പക്ഷേക്കാ നമ്മൾ ഈ ഒരു ഡിസൈനർ ടൈൽ ഇങ്ങനെ വെക്കുന്നതിന്റെ പർപ്പസ് എന്താണ്? അതായത് നമ്മളിപ്പോൾ ഈ ടൈൽസ് ഇപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചോളണം എന്നില്ല, ഏത് രീതിയിലും നമുക്ക് വെക്കാൻ പറ്റും. സാധാരണ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്വാളിറ്റി കൂടിയ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പൊളിച്ച് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മളിത് ജോയിൻ്റ് ആക്കി വെക്കുമ്പോൾ അതിലൊരു സെൻറ്ററിലൊരു അടയാളം വരും, എയർ സർക്കുലേഷൻ കിട്ടാതെ ഒരു അടയാളം വരും. അപ്പോൾ അത് നമ്മൾ പോളിഷ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താവും, വേറെ ഒരു എടുത്ത് കാണിക്കും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു പെർഫെക്ഷനോട് കൂടി ആയിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെയൊക്കെ വിരിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? അത് ടൈല് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ കൂടുതൽ ഹൈറ്റ് വരും ഇൻ്റർലോക്ക് വിരിച്ചാൽ എന്നുള്ള ഒരു പ്രശ്നമുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്താക്കാം, ടൈൽസ് വിരിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഫുട്പാത്ത്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡുകളിൽ, കിച്ചൺ വർക്ക് ഏരിയ ആ ഭാഗങ്ങളിൽ ഒക്കെ നമുക്ക് ഈ സാധനങ്ങൾ വിരിക്കാൻ പറ്റും. പിന്നെ ഗ്രിപ്പ് കൂടുതലായിട്ട് വേണ്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഡിസൈനുകളുണ്ട്. ഗ്രിപ്പ് കൂടുതലുള്ള ഐറ്റംസുകളും നമ്മൾ അവൈലബിൾ ആണ് നമ്മുടെ അടുത്തുള്ളത്. അതിലൊരു 17 ഡിസൈനുകളോളം നമ്മളടുത്ത് ഇതിലുണ്ട്, ടൈൽസിലുണ്ട്. 1 ഇഞ്ച് തിക്നെസ്സാണ് ഉണ്ടാവുക. വ്യത്യസ്ത കളറുകളും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കളർഫുള്ളായിട്ട് ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പല സൈറ്റുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല പാർക്കുകളും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്.